നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുകയാണ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു എസ് എ ക്വസ്റ്റ്യനുമാണ്, നല്ല മാർക്ക് കിട്ടാൻ എളുപ്പവുമുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല ടോപ്പിക്കാണ്, കിടിലൻ ടോപ്പിക്കാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് പാസ്സാവാനും ഉള്ള എളുപ്പത്തിനുള്ളൊരു ടോപ്പിക്ക് കൂടിയാണ്. നമുക്ക് ആ ടോപ്പിക്ക് തുടങ്ങിയാലോ? ആ ടോപ്പിക് നമുക്ക് പരിചയമുള്ളതാണ്, ഫിസിക്സിൽ നമ്മൾ പഠിച്ചതുമാണ്. ഫസ്റ്റ് സെമ്മിൽ, സെക്കൻഡ് സെമ്മിലും ഫസ്റ്റ് സെമ്മിലുമായിട്ട് നമ്മൾ ഫിസിക്സിൽ ആ ടോപ്പിക്സ് പഠിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് തുടങ്ങിയാലോ ആ ടോപ്പിക്? മെറ്റലർജിയിൽ മില്ലർ ഇൻഡിസസ് എന്ന ഉള്ളൊരു ആളെയാണ് മില്ലർ ഇൻഡിസസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകണം. ഇനി വേറെ കളികളാണ്. ഇനി നമ്മൾ കളികൾ കാണാൻ പോകുന്നേ ഉള്ളൂ. നമുക്കൊന്ന് ആ കളി കണ്ടു കളയാം. The crystal lattice may be regarded as made up of an infinite set of parallel equidistant planes passing through the lattice points, which are known as lattice planes. നമുക്ക് അടുത്ത പോയിന്റ് പറഞ്ഞാലോ? Or the planes passing through the lattice points are called lattice planes. The orientation of a surface or a crystal plane may be defined by considering how the plane intersects the main crystallographic axis of the solid. Miller introduced a system to designate a plane in a crystal. മില്ലർ എന്ന് പറയുന്ന ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റത്തിന് ക്രിസ്റ്റലായിട്ട് ഹി ഇൻട്രൊഡ്യൂസ് ദ സെറ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് സെറ്റ് ചെയ്തു. സ്പെസിഫൈ പ്ലെയിൻ ഇൻ എ ക്രിസ്റ്റലിനകത്ത് പ്ലെയിനിലേക്ക് ഇത് ചെയ്തു. ദിസ് സെറ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് നോൺ ആസ് മില്ലർ ഇൻഡിസസ്. 3 നമ്പേഴ്സ് ചെയ്തു ഓഫ് ദി കൺസേൺഡ് പ്ലെയിൻ. നമുക്കൊന്ന് സംസാരിച്ചാലോ? ഫസ്റ്റത്തെ മെറ്റീരിയൽസ് ക്യാൻ ബി സിംഗിൾ ക്രിസ്റ്റൽസ് ഓർ പോളി ക്രിസ്റ്റലൈൻ എന്നും പറയാം. നമുക്ക് അടുത്തത് ഒന്ന് പറഞ്ഞാലോ? മെറ്റീരിയൽസ് properties generally vary with single crystal orientation. Anisotropic but are generally non-directional isotropic in polycrystals with randomly oriented grains. നമുക്ക് അലോട്രോപ്പിയുടെ അതിൽ വരുന്നതാണ് പോളിമോർഫിസം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭാഗമാണ് പോളിമോർഫിസം, ഇൻട്രസ്റ്റ് ആയ. Some materials can have more than one crystal structure. This is referred to as polymorphism or allotropy. അത്രേ ഉള്ളൂ. Miller indices are used to specify directions and planes. These directions and planes could be in lattice or in a crystals. The number of indices will match with the dimension of the lattice or the crystal. In one dimension there will be one index, and 2D there will be 2 indices. ഇനി അടുത്ത നൊട്ടേഷൻ സമ്മറി നോക്കിയാലോ? X, Y, Z are the axis on arbitrarily positioned origin. A, B, C are lattice parameters, length of unit cell along a side. H, K, L are the Miller indices for planes and direction. HKL represents a direction. Then HKL then represent of family of direction. HKL represents our plane. HKL represents a family of planes. Negative numbers by directions are denoted with a bar on top of the number HKL. All parallel planes have same Miller indices. A HKL direction is normal to an HKL plane. If a Miller index is 0, the plane is parallel to that axis. The smaller a Miller index, the more nearly parallel the plane is to the axis. The larger a Miller index, the more nearly perpendicular a plane is to that axis. Multiplying
or dividing a Miller index by a constant has no effect on the orientation of the plane. The 622 planes are the same as 311 planes. When the integers are used in the Miller indices contain more than one digit, the indices must be separated by commas. Example 3, 10, 13. നമുക്കൊന്ന് അടുത്ത ഡയലോഗ് പറയാം. ബൈ ചേഞ്ചിങ് ദ സൈൻസ് ഓഫ് ഓൾ ദി ഇൻഡിസസ് എ പ്ലെയിൻ വി ഒബ്റ്റെയിൻ എ പ്ലെയിൻ ലൊക്കേറ്റഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഒറിജിൻ. നമുക്ക് നോക്കിയാലോ പ്ലെയിൻസിൻ്റെ ഓരോ വശങ്ങളുടെയും ഇത്. ഫസ്റ്റ് ഇത് കണ്ട, ഈ സൈഡ് വരുമ്പോൾ 010 വരും. 01 ഹാഷ് മേളിൽ ഇപ്പുറം വരുമ്പോൾ 010 വരും. കണ്ട, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ റൈറ്റിൽ വരുമ്പോൾ 010 വരും, ഇപ്പുറത്ത് വരുമ്പോൾ 01ൻ്റെ മേളിൽ ഇത്. പ്ലെയിൻസ് ആൻഡ് നെഗറ്റീവ്സ് ആർ ഇക്വലൻ. പ്ലെയിൻസ് ആൻഡ് നെഗറ്റീവ്സ് ആർ ഇക്വലൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്ഷൻ ഈ 001, പ്ലെയിൻ ഈ 001 നമുക്ക് നോക്കിയാലോ. ഒരു എക്സ് ആൻഡ് വൈ ഇസഡ് ഗ്രാഫ് അങ്ങ് വരയ്ക്കുക. എക്സും വൈ തിരിച്ച് വെച്ച് വരയ്ക്കുക, വൈ ഇതും ഇസഡും, എന്നിട്ട് എക്സും ഇങ്ങോട്ടും. അപ്പോഴാണ് എന്നിട്ടൊരു സ്ക്വയർ വരയ്ക്കുക, ഒരു പ്രിസം ക്യൂബ് വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ മേളിൽ ഇത് കാണിച്ചിട്ടുണ്ട് 001ൻ്റെ ഇത്. ഇൻ ദ ക്യൂബിക് സിസ്റ്റം എ പ്ലെയിൻ ആൻഡ് എ ഡയറക്ഷൻ വിത്ത് ദ സെയിം ഇൻഡിസസ് ആർ ഓർത്തോഗണൽ പൊസിഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രൊസീജിയർ ഓഫ് മില്ലർ ഇൻഡിസസ് ഫോർ ക്രിസ്റ്റലോഗ്രഫിക് ഡയറക്ഷൻസ് ആൻഡ് ഡിറ്റർമൈൻ ദ പൊസിഷൻസ് ഓഫ് എ ബിഗിനിങ് പോയിന്റ് ആൻഡ് എ എൻഡിങ് the point for direction in terms of unit cell edges. Subtract the coordinate points of the tail from the coordinate point of the head, multiplying the differences by a common constant to convert them to the smallest possible integers. Remove fractions. The three indices are not separated by commas and are enclosed in a square brackets. If any of the indices is negative, a bar is placed in top of that index. കണ്ടല്ലോ, നമ്മൾ 11ൻ്റെയും എല്ലാം കണ്ടല്ലോ. ഇതാ 110ൻ്റെ എക്സും ഇങ്ങനെ ഇത് വരയ്ക്കുക. ഈ ഫിഗർ എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. കണ്ട, ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ചെയ്യുക. 11 ഇങ്ങനെ വരും, അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതിൽ 210, അടുത്തതിൽ 1-10 വരും. നോട്ട് ന്യൂ ഒറിജിൻ. അടുത്തത് ഇങ്ങനെ ഓരോ ഇത് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നു. HKL ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം വന്ന് ക്ഷമിക്കണം എല്ലാവരും ഒന്ന്. 11 ഇത് സ്ട്രക്ചർ കണ്ടല്ലേ, ഈ സ്ട്രക്ചർ എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് കണ്ട, ഇങ്ങനെ ഓരോ ഇത് റെപ്രസെൻറ്റ് ചെയ്തേക്ക് 112ൻ്റെത് ഇതാ കണ്ട, ഹാഫ് ഇത് മാർക്ക് ചെയ്തേക്കുന്നത് കണ്ട, ഇങ്ങനെ ഓരോ ഇത്. നമുക്കൊന്ന് അതിൻ്റെ ഇത് ചെയ്യുന്നതൊന്ന് നോക്കിയാൽ, ഫോർ ദ ഡയറക്ഷൻ A 1/3 വരും, -0 2/3. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1ഉം -1/3 വന്നു. അപ്പോൾ മൾട്ടിപ്ലൈയും ബൈ 3, അപ്പോൾ 3 -1 ആവും. അപ്പോൾ 3 -1 വന്നു. ഫോർ ദ ഡയറക്ഷൻ B വരുമ്പോൾ 0 1/2 -2/3 1 1 1.
minus 2 by 3, 0 minus half. Multiplying by 6 to get smallest integers. 4, 0, 3. Negative 4, 0, negative 3 വരും. For the direction C, നമുക്ക് ഡയറക്ഷൻ സി നോക്കാം. 1, 0, 0 മൈനസ് 1 by 2, 1. 0 minus half minus 1. Multiplying by 2. 0 minus 1 minus 2. അപ്പം നെഗറ്റീവ്. A is equal to -1 -2 1 നെഗറ്റീവ്. ഇനി അടുത്തത് ഫോർ ദ ഡയറക്ഷൻ ഡി കാണിച്ചിട്ടുണ്ട്. ഡിയുടേത് 1 ഉണ്ട്, 0 ഉണ്ട്, ഹാഫും ഉണ്ട്. H1 K 0 L ഹാഫ്. അടുത്ത എൻഡ് ഡിയുടെ അടുത്ത ഹാഫ് 1 0 മൈനസ് ചെയ്യുമ്പോൾ ഹാഫ് -1 ഹാഫ് അത് വരും. നമ്മളിനി അടുത്തതാണ്, നമ്മളിനി ഇത് കഴിഞ്ഞ് അടുത്ത പ്രൊസീജിയർ നമുക്കൊന്ന് സംസാരിച്ചാലോ, പ്രൊസീജിയർസിനെ പറ്റി. ഇഫ് പ്ലെയിൻസ് പാസസ് ത്രൂ ഒറിജിൻ, ട്രാൻസ്ലേറ്റ് പ്ലെയിൻ ഓർ ചൂസ് ന്യൂ ഒറിജിൻ, ഡിറ്റർമൈൻ ഇൻ്റർസെപ്റ്റ്സ് ഓഫ് പ്ലെയിൻസ് ഓൺ ഈച്ച് ഓഫ് ദ ആക്സിസ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സെൽ edge length, lattice parameters. If plane has no intercept to an axis, it is parallel to that axis. Intercept is infinity. And determine reciprocal of the three intercepts. If necessary, multiply these three numbers by a common factor, which converts all the reciprocals to small integers. The three indices are not separated by commas and are enclosed in curved brackets. If any of the indices is negative, a bar is placed in top of that index. നമുക്കൊന്ന് നോക്കിയാലോ. 1 0 0യുടെ നോക്കാം. ഇൻ്റർസെപ്റ്റ് പോയിൻറ്റ്സ് 1, y ഇൻഫിനിറ്റി, z ഇൻഫിനിറ്റി. അപ്പോൾ റെസിപ്രോക്കൽ വരുമ്പോൾ 1/1 തന്നെ, 1/∞. അടുത്ത 1/∞. ഇസഡിൽ വരുമ്പോൾ സ്മോളസ്റ്റ് റേഷ്യോ 1 0 0. മില്ലർ ഇൻഡിസസ് വരുമ്പോൾ 1 0 0 വരും. അടുത്തതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർസെപ്റ്റ് പോയിൻറ്റ്സ് എക്സിൽ 1ഉം വൈയിൽ 1ഉം ഇസഡിൽ ഇൻഫിനിറ്റിയും. റെസിപ്രോക്കൽസ് 1/1 1. അടുത്ത വൈയിൽ വരുമ്പോൾ 1/1. അടുത്ത 1/∞. സ്മോളസ്റ്റ് റേഷ്യോ 1 1 1 0. മില്ലർ ഇൻഡിസസ് വരുമ്പോൾ 1 1 0 വരും. അങ്ങനെ അടുത്തത് ഇൻ്റർസെപ്റ്റ് 3ഉം 1. അപ്പോൾ മില്ലർ ഇൻഡിസസ് 1 ആണ്. ഇനിയാണ് അടുത്തത് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇൻ്റർസെപ്റ്റ് ഹാഫ് 1 ഇൻഫിനിറ്റി. അപ്പോൾ വന്നിരിക്കുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റെസിപ്രോക്കൽസ് 1/2, 1/∞, 1/∞. 2 1 0. മില്ലർ ഇൻഡിസസ് കൂടിയായി. അടുത്തതാണ് നമ്മുടെ ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെടുന്ന ഇൻ്റർസെപ്റ്റ് പോയിൻറ്റ്സ് ഏതൊക്കെ? ഹാഫ് ഉണ്ട്, 1 ഉണ്ട്, 3/4 ഉണ്ട്. അതിന് റെസിപ്രോക്കൽസ് 1/2 ചെയ്യുക, 1/1 1 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 1 4/3. അപ്പോൾ 6 3 4 ഇൻഡിസസ് വന്ന് ഇത്രയേ ഉള്ളൂ. ഇൻ്റർസെപ്റ്റ് ഇൻഫിനിറ്റി മൈനസ് ബി c/2. ഇൻ ടേംസ് ഓഫ് ലാറ്റിസ് ഇൻഫിനിറ്റി -1 ഹാഫ്. റെസിപ്രോക്കൽ 0 -1 2. അങ്ങനെയാണ് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ സിമ്പിളാണ്, ഇതൊക്കെ വരച്ച് പഠിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് 0 -1 1 പ്ലെയിനാണ്. കണ്ട അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ട നമ്മളാദ്യം ചെയ്തേക്കുന്ന ആ ക്രിസ്റ്റലോ, അത് സിമ്പിളാണ്, അതെല്ലാവരും നോക്കണം. നിങ്ങൾക്ക് ലാസ്റ്റ് ഇത് ചോദിക്കാം, അതുകൊണ്ട് എക്സാമിന് ഇത് ചോദിക്കാം. ഡിറ്റർമൈൻ ദ മില്ലർ ഇൻഡിസസ് അലോങ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഈച്ച് പ്ലെയിൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിച്ചാൽ എ നമുക്ക് നോക്കാം. എ വരുമ്പോൾ 2a തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുമ്പോൾ 0 1 0 0 1 0 ആണ് വരുന്നത്. അടുത്തേണ്ടത് നമുക്ക് നോക്കാം. 6 3 6ഉം വരും, 3ഉം വരും, 2ഉം വരും. മൂന്നാമത്തെ സി
അത് കിട്ടാൻ ഇപ്പോൾ 1 0 1 ഇങ്ങനെ വരും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കൺസ്ട്രക്ഷൻസ് കണ്ട, ഇത് വരച്ചെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. 0 0 1 പ്ലെയിൻ കണ്ട, ഇങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കണ്ട ഇങ്ങനെ വരയ്ക്കണം. ഈ 1 1 0 പ്ലെയിനും ഉണ്ട്, 0 0 1 മേളിലും താഴെയായിട്ട് കണ്ട അതിങ്ങനെ കാണിക്കും. ആ ഷെയ്ഡ് ചെയ്താൽ മതി. ഇതൊരു സിമ്പിളായൊരിതാണ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും സിമ്പിളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഇത് എല്ലാവരും ഒന്ന് പഠിക്കുക. ഫാമിലി ഓഫ് പ്ലെയിൻസ് കണ്ട ഇതെല്ലാവരും ഒന്ന് വരച്ച് പഠിക്കുക. 1 0 0 0 1 0 0 0 1 1 1 0 1 0 1 0 1 1 1 -1 0 -1 0 1 0 -1 1 ഇത്രയും ഇത് നിങ്ങൾ വരച്ച് പഠിക്കുക ദയവ് ചെയ്ത്. നമുക്ക് ഫാമിലി ഓഫ് പ്ലെയിൻസ് നമ്മൾ പറഞ്ഞതാണ്. നമ്മളെന്തായാലും നമുക്ക് ആ പ്രൂഫ് ഒന്ന് നോക്കിയാലോ. family of directions, the group of equivalent directions can be said as direction of a form of or family. It indicates the collection of direction. A material will have the same properties in each of these directions. A direction and its negative are not individual. For example, 1 0 0 is not the same as -1 0 0. കണ്ട ഓരോ ഇത് കണ്ട 1 1 അങ്ങനെ പോടും. അടുത്ത പ്ലെയിൻസ് ഓഫ് എ ഫോം ഓർ family represent the group of equivalent planes. In cubic system, direction that has the same indices a plane is perpendicular to that plane. Planes and their negatives are identical because they are parallel to different from the case of direction. Planes and their multiples are not identical. നമുക്ക് നോക്കിയാലോ. Interplane crystals. The interplanar spacing between any crystallography planes belonging to the same HKL a family is denoted by DHKL. Distance between two adjacent parallel planes of atoms with the same Miller indices is called the interplanar spacing. The perpendicular distance between two planes is difference between the perpendicular distance of each of the planes from the origin. Kanda cubic d square HKL h square plus k square plus l square divided by a. 1 by d square HKL equal h square plus k square by a square plus l square by c square. Orthonomic 1 by d square HKL h square by a square plus k square by b square l square by c square. നമ്മൾ വിചാരിച്ച പോലെ ഇതൊരു സിമ്പിളായൊരു അലുമിനിയം FCC ഹാസ് എ അറ്റോമിക് റേഡിയസ് ഓഫ് 0.1431. കമ്പ്യൂട്ട് ദ ഇൻ്റർപ്ലാനാർ സ്പേസിംഗ് ഫോർ 110 ആൻഡ് 22 സെറ്റ് ഓഫ് പ്ലെയിൻസ്. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് അസൈൻമെൻറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ റിക്വസ്റ്റാണ്. നമുക്കൊന്ന് DHKL യൂസ് ഈക്വൽ ടു a ബൈ റൂട്ട് h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ. അപ്പം കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ കിട്ടും. ഇപ്പോൾ തന്നിട്ടുള്ള 3.524നെ 1.246 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2.828 കിട്ടും. അപ്പോൾ h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ ഈസ് ഈക്വൽ ടു 8. അപ്പോൾ 8 ഈസ് ഈക്വൽ ടു അടുത്ത 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 0. ദ ഫാമിലി പ്ലെയിൻ ഈസ് 220. ഇതാണ് കാണിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ. അലുമിനിയത്തിൻ്റെ വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ട അത് ഫോമുല കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ടത് എ തന്നിട്ടുണ്ട്. a 0.1431 ഡിവൈഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ
പ്ലസ് 0² റൂട്ട് അത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നമുക്ക് അടുത്തതിൽ വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പ്ലെയിൻസ് വിത്ത് ആൻ ഇൻ്റർപ്ലാനർ സ്പേസിംഗ് ഓഫ് ഡി തന്നിട്ടുണ്ട്, DHK തന്നു, പിന്നെ എ തന്നിട്ടുണ്ട്. A/DHK ചെയ്യുക, ഇപ്പോൾ ആൻസർ കിട്ടും. അടുത്തതിൽ കമ്പ്യൂട്ട് ദ ഇൻ്റർപ്ലാനർ സ്പേസിംഗ് ബിറ്റ്വീൻ ദ 2 to 1 പ്ലെയിൻസ് ഓഫ് എ ക്യൂബിക് ലാറ്റിസ് ഓഫ് എഡ്ജ് ലെങ്ത് 450 pm ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ h² + k² + l² അപ്പോൾ ഇവിടെ ടോട്ടൽ വരുമ്പോൾ 8 വരാൻ സാധ്യത. 8 പിന്നെ 2² + 2² + 0 നീന്നു. പിന്നെ പ്ലെയിൻസ് 2 to 0 ഫാമിലി ഓഫ് പ്ലെയിൻസ്. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. താങ്ക് യു വെരി മച്ച്. ഇതാണ് മില്ലർ ഇൻഡിസസിൻ്റെ ഒരു കുഞ്ഞു ടോപ്പിക്. അപ്പോൾ തീർത്തു. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നമുക്കെടുക്കാം. താങ്ക് യു വെരി മച്ച്.